പുസ്തകോത്സവങ്ങൾ മലയാളികൾക്ക് എന്നും ഒരു ആഘോഷമാണ്. വായന മരിക്കുകയാണെന്ന വാദങ്ങൾ കൂടി വരുന്നുണ്ടെങ്കിലും ഒടുങ്ങാത്ത ആവേശമായി വായനയെ നിലനിർത്തുന്നവരും കുറവല്ല. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. എന്തായാലും വളർന്നാൽ പോരെ, അതിന് പുസ്തകം വാങ്ങേണ്ട കാര്യമുണ്ടോ? അതിന് മാത്രം ഇപ്പം ആരാ പുസ്തകം വാങ്ങുന്നത്? അതിലെന്തോ കാര്യമുണ്ട്. കേരളത്തിൽ 4000 കോടി രൂപയുടെ വിറ്റുവരവാണ് അച്ചടി പ്രസിദ്ധീകരണങ്ങളിലൂടെ മാത്രം ലഭിക്കുന്നത്. കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്തിലെ മാത്രം പ്രാദേശിക ഭാഷയായ മലയാളത്തിന് ലോകമെമ്പാടുമുള്ള സ്വീകാര്യത ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈ പുസ്തകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൈവശം വെക്കുക എന്ന് പറയുന്നത് നമുക്ക് തരുന്നൊരു തൃപ്തിയുണ്ട്. അത് ഇപ്പോൾ ഒരു അത്ര തൃപ്തിയുണ്ട്. ഫോണിലാണെങ്കിലും ടാബിലാണെങ്കിലും ഒക്കെ അതിനൊരു പരിധിയുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സൗകര്യം എന്താ വെച്ചാൽ ഈ ബുക്കുകൾക്ക് പലപ്പോഴും ഈ ബുക്കുകൾ നമ്മൾ ഒരു വലിയ ഷെൽഫിൻ്റെ ആവശ്യമോ സ്പേസിൽ കുറേ ലാഭം ഈ ബുക്കുകൾക്കുണ്ട്. പക്ഷെ അതിന് അപ്പുറം നമുക്ക് ഒരു ഇമോഷണലായിട്ടുള്ള ഒരു സംഗതി ഉണ്ടാകുന്നത് ഫിസിക്കലായിട്ട് ഒരു ഹാർഡ് കോപ്പി ആയിട്ട് കിട്ടുമ്പോൾ തന്നെയാണ്. നവമാധ്യമങ്ങളുടെ ആധിപത്യമുണ്ടെങ്കിലും കയ്യിൽ പുസ്തകം വെച്ച് വായിക്കുന്നതിനോട് പ്രിയമൊട്ടും കുറയുന്നില്ല. ഒരു നോവലോ ഒരു ചെറുകഥയോ ഒക്കെ ആണെങ്കിൽ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കഥാപാത്രവുമായിട്ട് താതാത്മ്യം പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബുക്ക് പറ്റില്ല. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് തുറന്ന കയ്യിൽ വെച്ച് ബുക്ക് വായിക്കുന്നതിനോട് തന്നെയാണ് അതുകൊണ്ട് താല്പര്യം. കൂടുതലും കയ്യിൽ ബുക്ക് വെച്ച് വായിക്കുന്നതാണ് കുറച്ചുകൂടെ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ കയ്യിൽ വെച്ച് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് അതിനകത്തുള്ള ഓരോ വേർഡ്സിനെ പറ്റിയും അതിനകത്തുള്ള മെയിൻ തീം എന്താണെന്നും അതിനുള്ള ആ ഫീലിങ്സ് നമുക്ക് കറക്റ്റ് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള അടയാളപ്പെടുത്താൻ പറ്റും. പിന്നെ എന്ത് സിറ്റുവേഷനാണ് നമുക്കത് മാർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ട് നമുക്ക് പിന്നെ എടുത്ത് നോക്കാനും പുസ്തകം തന്നെയാണ് എളുപ്പം. അനവധി പ്രസാധകശാലകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചു വരുന്നത്. പുസ്തകോത്സവങ്ങളിലൂടെ ഇവയ്ക്ക് ലഭിക്കുന്ന അവസരങ്ങളും ധാരാളമാണ്. നിയമസഭാ പുസ്തകോത്സവം അടക്കമുള്ള പുസ്തകോത്സവങ്ങളിലൂടെ എഴുത്തുകാരെയും ആസ്വാദകരെയും ഇരട്ടിയാക്കുന്ന മാന്ത്രികത മലയാള ഭാഷ ഏറെ നാളായി തുടരുന്നു. അതിനിയുള്ള കാലവും തുടരും. ഓൺലൈൻ മാധ്യമങ്ങളും ഇ ബുക്കുകളും കൊടികുത്തി വാഴുന്ന ഈ കാലത്തും അച്ചടിച്ച അക്ഷരങ്ങളെ പ്രണയിക്കാനും അവയുടെ ഗന്ധം തിരിച്ചറിയാനും ജനങ്ങൾ അവരുടെ സാന്നിധ്യം ഇപ്പോഴും അറിയിക്കുന്നുണ്ടെങ്കിൽ അടിവരയിട്ട് പറയാം, വായന ഒരു ലഹരി തന്നെയെന്ന്. ബിനിൽ നെടുമങ്ങാടിനൊപ്പം പ്രസാദ് കാളിദാസൻ, കേരള വിഷൻ ന്യൂസ്.